നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്ര വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 18 ചൊവ്വ. സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ഇനി ഭൂമിയിലേക്ക് മടക്കം. ഇന്ന് രാവിലെ 10:30 യാത്രാപേടകം ബഹിരാകാശ നിലയം വിടും. നാളെ പുലർച്ചെ 3:30 ഭൂമിയിലെത്തും. കരുത്തു തെളിയിച്ച് ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. 7 മണിക്കൂർ സമരത്തിൽ പങ്കെടുത്തത് 5000-ൽ പരം പേർ. വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം. മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച സംസ്ഥാന സർക്കാരിൻ്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് ട്രൈബ്യൂണലിൻ്റെ പരിഗണനയിലുള്ള വിഷയമെന്ന് സിംഗിൾ ബെഞ്ച്. അപ്പീൽ നൽകാൻ സർക്കാരിൻ്റെ തീരുമാനം. നാടൻ പാട്ടിൻ്റെ മടിശീല കുലുക്കി മലയാള സിനിമാ ഗാനരചനയിലും തിരക്കഥാ സംഭാഷണ രചനയിലും അരനൂറ്റാണ്ടിലേറെ കാവ്യഭാവന വിടർത്തിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ യാത്രയായി. എക്സൈസിന്റെ നിരീക്ഷണത്തിലുള്ള ലഹരിക്കടത്തുകാരുടെ പട്ടിക മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വച്ചു. നെല്ല് സംഭരണം പരാജയപ്പെടുന്നെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസും ഇറങ്ങിപ്പോക്കും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ 128 ഒഴിവുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിൻ്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ വിജിലൻസ് സംഘം കോടതിയിൽ സമർപ്പിച്ചു. 3.07 ലക്ഷം രൂപ, കാർ, മൊബൈൽ ഫോൺ എന്നിവയാണ് ഹാജരാക്കിയത്. SAT ആശുപത്രിയിലെ പീഡിയാട്രിക് അത്യാഹിത വിഭാഗത്തിൽ ഓക്സിജൻ സിലിണ്ടറുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലോ മീറ്ററിലെ ഗ്ലാസ് ട്യൂബ് പൊട്ടിത്തെറിച്ച് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഇടത് കണ്ണിന് 90% കാഴ്ച നഷ്ടമായി. 2024 കേരള പുരസ്കാരങ്ങൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സമ്മാനിച്ചു. സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള ജ്യോതി പുരസ്കാരം പ്രൊഫസർ MK സാനുവിനു വേണ്ടി ചെറുമകൻ അനിൽ കൃഷ്ണൻ ഏറ്റുവാങ്ങി. ഏപ്രിൽ മുതൽ കാർ വില കൂടും. മാരുതിയുടെ എല്ലാ മോഡലുകൾക്കും 4% വില വർധന. ടാറ്റയ്ക്ക് 2%. ടോൾ ശാശ്വതമെന്ന കേന്ദ്രം. റോഡ് പണിയുന്ന കമ്പനിയുടെ കരാർ കാലാവധി കഴിഞ്ഞാലും ദേശീയപാതകളിലെ ടോൾ പിരിവ് നിർത്തില്ലെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചത്. ഇനി കാഴ്ചപ്പാട് പേജ് നോക്കാം. മർദ്ദന ഭരണം നിലനിൽക്കുന്നത് അധികാരമുള്ളതുകൊണ്ടല്ല, അത് ജനം സഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്ത. ഒന്നും നടക്കുന്നില്ല എന്ന മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു, താൻ പറയുന്ന കാര്യങ്ങൾ പോലും നടക്കുന്നില്ലെന്ന്. IAS ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി അവ നടപ്പാക്കുന്നില്ലെന്ന്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ആദ്യമായി ഭരണമേൽക്കുമ്പോൾ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളിലെ ആപൽക്കരമായ മെല്ലെപ്പോക്കിൻ്റെ ആഴവും പരപ്പും കേരളത്തിന് വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. ബഹിരാകാശ യാത്രികർ എന്തുകൊണ്ട് ഹീറോകളാകുന്നു? അവർ കീഴടക്കുന്നത് ബഹിരാകാശം മാത്രമല്ല, അതിരില്ലാത്ത മാനസിക വ്യവസ്ഥകളുമാണ്. ഭൂമിയിലുള്ള പലരും ഒറ്റപ്പെടലിനെ പറ്റി വാചാലരാകാറുണ്ട്. എന്നാൽ ബഹിരാകാശ യാത്രികരുടെ ഒറ്റപ്പെടലുമായി നോക്കുമ്പോൾ ഇതൊന്നുമല്ല. ഡൽഹി കേരള ഹൗസിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. ജനവാസ മേഖലകളിൽ ഒരാഴ്ചയായി ഭീതി വിതച്ച കടുവയെ സ്വയരക്ഷാർത്ഥം വനം വകുപ്പ് സംഘം വെടിവെച്ചു കൊന്നു. മയക്കുവെടിയേറ്റ കടുവയെ കൂട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ദൗത്യസംഘത്തിൽ ഒരാളെ ആക്രമിച്ചു. അതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റൈഫിൾ ഉപയോഗിക്കുകയായിരുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ കോൺഗ്രസ് മനുഷ്യച്ചങ്ങല ഓഗസ്റ്റ് 9. മദ്യം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് വില കുറയ്ക്കാനല്ലെന്നും സംസ്ഥാനത്തിന്റെ അധിക ബാധ്യതയും നഷ്ടവും കുറയ്ക്കാനാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA പറഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് 50 കോടി രൂപയുടെ ഗ്രാന്റ് സർക്കാർ അനുവദിച്ചു. ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പിൽ പ്രതീക്ഷയോടെ മലയാള ചലച്ചിത്ര ലോകം. വിദേശ പഠന വായ്പ കേരളം ഒന്നാമത്. 5 വർഷത്തിനിടെ പൊതുമേഖലാ ബാങ്കുകൾ അനുവദിച്ചത് 11,872 കോടി രൂപ. പൊതുവിദ്യാലയങ്ങളിലെ കൈത്തറി യൂണിഫോം പദ്ധതിക്ക് അധ്യയന വർഷത്തെ 2ാം ഘട്ടമായി 38.84 കോടി രൂപ അനുവദിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂലൈ 1 തുടങ്ങുന്ന പ്രോഗ്രാമുകളിലേക്ക് 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഇനി കായികം. പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് 2020 ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിന് പ്രൈസ് മണി 1 കോടി രൂപ. 2ാം സ്ഥാനക്കാർക്ക് 50 ലക്ഷം രൂപയാണ് പാരിതോഷികം. രാജ്യത്തെ കായിക സംഘടനകൾ രോഗാതുരമായ അവസ്ഥയിലാണെന്ന് സുപ്രീം കോടതിയുടെ വിമർശനം.
ഫിബ ഏഷ്യ കപ്പ് രണ്ടാം റൗണ്ട് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടീമിൽ 2 മലയാളികൾ ഇടം നേടി. കേരള തീരത്തെ കടൽ മണൽ ഖനനം കേരളത്തിനും സംസ്ഥാന സർക്കാരിനുമാണ് ഏറ്റവും ഗുണകരമെന്ന് കേന്ദ്രം ലോക്സഭയിൽ വ്യക്തമാക്കി. ചന്ദ്രയാൻ 5 ദൗത്യത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി ISRO ചെയർമാൻ വി. നാരായണൻ പറഞ്ഞു. കനത്ത ചൂടിന് ചെറിയ ആശ്വാസം പകർന്ന് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചു. വടക്കൻ കേരളത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിച്ചത്. മാന്യ പ്രേക്ഷകരെ, ഇന്നത്തെ ദിനപത്ര വായന ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.